ഹലോ എവ്രിവൺ, സൺഡേ ചാറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. എത്ര മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ പാടശേഖരങ്ങൾക്കിടയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. നോക്കി, തൃശ്ശൂർ ജില്ലയിലെ വാഴാനി ഡാമിനടുത്തുള്ള തൃശ്ശൂർ അതിരൂപതയുടെ വേളാങ്കണ്ണി എന്നറിയപ്പെടുന്ന കരിമത്ര ആരോഗ്യമത പള്ളിയിലേക്കാണ് ഇന്ന് ഒരു പുതിയ വിഷയവുമായി സൺഡേ ചാറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ മനോഹര ദേവാലയത്തിൽ കുട്ടികളോടൊപ്പം ആയിരിക്കാൻ നമുക്ക് ഒരുമിച്ച് പോകാം. ലെറ്റ്സ് ഗോ വിത്ത് ജീസസ്, ലെറ്റ്സ് ചാറ്റ് വിത്ത് ജീസസ്. പരിശുദ്ധ ആരോഗ്യമാതാവിൻ്റെ ദേവാലയം കരുമത്ര എന്ന ഗ്രാമത്തിൽ പ്രൗഢഗംഭീരമായി ഉയർന്നു നിൽക്കുന്ന തൃശ്ശൂർ അതിരൂപതയിലെ വേളാങ്കണ്ണി എന്നറിയപ്പെടുന്ന പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള ആരോഗ്യമാതാ ദേവാലയം അതിരൂപത തീർത്ഥാടന കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്ന ഇവിടം നാനാജാതി മതസ്ഥരുടെ വിശ്വാസത്തിൻ്റെ സംഗമഭൂമിയാണ്. വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മയുടെ ഈ സവിധം വിവിധ രീതിയിലുള്ള ഭക്താനുഷ്ഠാനങ്ങളാൽ സമ്പന്നമാണ്. 250ഓളം കുടുംബങ്ങളാണ് കരുമത്ര ഇടവകയിലുള്ളത്. വിശ്വാസ പരിശീലനത്തിനായി 150ഓളം കുട്ടികൾ ഇവിടേക്ക് കടന്നു വരുന്നു. 21 അധ്യാപകർ വിശ്വാസ പരിശീലകരായി ഇവിടെയുണ്ട്. പരിശുദ്ധമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും ഈ ദേവാലയത്തിന് ചുറ്റും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതുതന്നെയാണ് ഈ കൊച്ചു ഗ്രാമത്തിൻ്റെ ഐശ്വര്യവും. കരിമത്ര ആരോഗ്യമാതാ പള്ളിയിലെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ മനോജ് അച്ഛനും കൈക്കാരന്മാരുടെ പ്രതിനിധിയായ ചേട്ടനുമാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് ഈ ഇടവകയെ പറ്റിയും ഇടവകയുടെ വിശേഷങ്ങളെ പറ്റിയും അച്ഛനോടും കൈക്കാരനോടും നമുക്ക് ചോദിക്കാം. അച്ഛാ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഒത്തിരി സന്തോഷം. ഞങ്ങളിത് ശാലോൺ ടി വി കുഞ്ഞുങ്ങളോട് സംവദിക്കുന്നത് ബഹുമാനം എന്ന വിഷയത്തെ പറ്റിയിട്ടാണ്. ഈ കാലഘട്ടത്തിൽ ബഹുമാനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. തീർച്ചയായും അത്തരം കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടി ഇവിടെ ആയിരിക്കുക. അച്ഛാ, ഈ ആരോഗ്യമാതാ പള്ളിയെ പറ്റിയും നിങ്ങളുടെ മതബോധന വിഭാഗത്തെ പറ്റിയും ഇടവയെ പറ്റിയോ കുറച്ചധികം അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ആരോഗ്യമാതാ ദേവാലയം ഇത് തൃശ്ശൂർ അതിരൂപതയിൽ തന്നെ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിൻ്റെ ഏക ദേവാലയമാണ്. ഇവിടെ 250 കുടുംബങ്ങളാണ് ഉള്ളത്. പ്രത്യേകിച്ച് ഈ ദേവാലയത്തിന് 3 കൈക്കാരന്മാരാണ് ഉള്ളത്. അതിലെ ഒരു കൈക്കാരന്മാരെ പ്രതിനിധിയായിട്ട് ശ്രീ തോമസ് വടക്കൻ ഇപ്പോൾ ഇവിടെ കൂടിയുണ്ട്. എനിക്ക് തോന്നുന്നു ബഹുമാനം അത് ബന്ധങ്ങളുടെ ഏറ്റവും വലിയ അടിസ്ഥാന ഘടകമാണ്. ബഹുമാനം ഉണ്ടെങ്കിലേ ബന്ധങ്ങൾ നിലനിൽക്കുള്ളൂ. അല്ലെങ്കിൽ ഈ പറയുന്ന ബന്ധങ്ങളൊക്കെ ഉലച്ചിൽ വരാനും അതിന് കോട്ടം തട്ടാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഒരു സെൽഫ് റെസ്പെക്റ്റാണ് ആദ്യമായിട്ട് വേണ്ടത്. ഒരു സ്വയം ഒരു ബഹുമാനം ഉണ്ടാവണം എന്നെക്കുറിച്ച് തന്നെ. അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുക്കാനായിട്ട് സാധിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ലെവിനാസ് ഇമ്മാനുവൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫിലോസഫർ ഉണ്ട്. അദ്ദേഹം പറയുന്നതാണ് ദി അതർനെസ്. മറ്റുള്ളവരിൽ എന്നെ കാണുമ്പോഴാണ് എനിക്ക് അവരെ ബഹുമാനിക്കാനായിട്ട് സാധിക്കുക. മറ്റുള്ളവരിൽ എന്നെ കാണുമ്പോഴാണ്, ഈശോ അത് തന്നെയാണ് പറഞ്ഞത്. മറ്റുള്ളവരിൽ എന്നെ കാണുമ്പോഴാണ്, അതൊക്കെ എനിക്ക് തന്നെയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഈ ബഹുമാനം എന്ന് പറയുന്നത് അത് വളരെ പ്രത്യേകിച്ച് ഒരു മ്യൂച്വൽ റെസ്പെക്റ്റിലേക്ക് വരണം. അവർക്ക് അവരുടേതായിട്ടുള്ള ഐഡൻറ്റിറ്റി ഉണ്ട്, അവരുടേതായിട്ടുള്ള അവകാശങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് മാനിച്ചെങ്കിലേ നമുക്കും ഈ സമൂഹത്തിൽ നിലനിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് ഇവിടെ കാറ്റഗിസവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അത് തന്നെയാണ്. മറ്റുള്ളവർക്ക് എങ്ങനെ അടുത്ത ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കാൻ, മറ്റുള്ളവരെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ എങ്ങനെ വിശ്വാസ പരിശീലനം നടത്തുക എന്നുള്ളത് തന്നെയാണ് കരിമത്ര ആരോഗ്യമാതാ ദേവാലയത്തിലെ വിശ്വാസ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഈ ദേവാലയത്തിലേക്ക്, ഈ വിശ്വാസ പരിശീലനത്തിലേക്ക് ഓൾമോസ്റ്റ് വെൽക്കം, സ്വാഗതം. ഹലോ എവ്രിവൺ, പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത് നിങ്ങളുടെ കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റ് സൺഡേ ചാറ്റിന് വേണ്ടി ഒരു സർപ്രൈസ് ഇൻട്രോ ഒരുക്കിയിട്ടുണ്ടെന്നാണ് വികാരി അച്ഛനും എച്ച് എമ്മും കൂടെ പറഞ്ഞത്.
നമുക്ക് ആ ഇൻട്രോ കണ്ടിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക്, സംവാദത്തിലേക്ക് നമുക്ക് കടക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മളുടെ സൺഡേ ചാറ്റിലെ പ്രധാന വിഷയമാണ് റെസ്പെക്റ്റ്. റെസ്പെക്റ്റിലെ ഫസ്റ്റ് ലെറ്റർ ആണല്ലോ ആർ. ആർ ഗോസ് ടു റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പോലെ ചെയ്യുക. നെക്സ്റ്റ് ലെറ്റർ ഏതാണ്? ഇ അല്ലേ? ഇ ഗോസ് ടു ഇക്വാലിറ്റി. ഈക്വാളിറ്റി, തുല്യത. സ്വയം ബഹുമാനിക്കപ്പെടുന്നതിനോടൊപ്പം അവരെയും ബഹുമാനിക്കാൻ കഴിയണം. യെസ്. എസ് ഗോസ് ടു സിൻസിയറിറ്റി. സിൻസിയറിറ്റി, ആത്മാർത്ഥത. ഹൃദയത്തിൽ സ്നേഹവും പ്രവൃത്തിയിൽ വിശ്വസ്തതയും വിചാരത്തിൽ ശുദ്ധതയും നിറഞ്ഞിരിക്കണം. പി ഗോസ് ടു പേഷ്യൻസ്. പേഷ്യൻസ്, ക്ഷമ. അതൃപ്തിയോ പിറുപിറുപ്പോ കൂടാതെ ഏത് കാര്യവും ക്ഷമയോടെ ചെയ്യാൻ പരിശ്രമിക്കണം. ഇ ഗോസ് ടു എമ്പതി. എമ്പതി, സഹാനുഭൂതി. മറ്റൊരു വ്യക്തിയെ ശരിയായ രീതിയിൽ സ്വീകരിക്കാനും മനസ്സിലാക്കാനും കഴിയുക എന്നതാണ് എമ്പതി. അടുത്ത ലെറ്റർ ഏതാണ്? സി അല്ലേ? സി ഗോസ് ടു കമ്പേഷൻ. കമ്പാഷൻ, അനുകമ്പ. മറ്റുള്ളവരുടെ ശാരീരികമോ മാനസികമോ വൈകാരികവുമായ മേഖല മനസ്സിലാക്കി പെരുമാറാൻ കഴിയണം. ലാസ്റ്റ് ലെറ്റർ ആണ് ടി. അതെ, ടോളറൻസ്. ടോളറൻസ്, സഹിഷ്ണുത. നിലപാടുകൊണ്ടും പെരുമാറ്റം കൊണ്ടും നാം വിയോജിച്ചിരിക്കുന്നവരെ സഹനം, സ്നേഹം, ബഹുമാനം, കരുണയോടെ നോക്കിക്കാണാൻ കഴിയണം. റെസ്പെക്ട് എന്ന വാക്ക് വെറും ഒരു വാക്കിൽ ഒതുങ്ങിക്കൂടുന്നതല്ല, മറിച്ച് അത് മറ്റുള്ളവരെ കൾച്ചറിനെ തന്നെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. സോ റെസ്പെക്ട് അവർ ലോഡ്, റെസ്പെക്ട് അതേഴ്സ് ആൻഡ് റെസ്പെക്ട് അവേഴ്സ്. യെസ്, വണ്ടർഫുൾ. എത്ര മനോഹരമായിട്ടാണ് ആരോഗ്യമാതാ പള്ളിയിലെ കുട്ടികൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് പ്രസന്റ് ചെയ്തത് നമ്മുടെ മുമ്പിൽ. വളരെ മനോഹരമായിരിക്കുന്നു. മോളുടെ പേരെന്താണ്? അന്ന. അന്ന, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നീ പ്രസന്റ് ചെയ്തു. താങ്ക് യു സോ മച്ച്. ബഹുമാനം എന്നാൽ എന്താ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്? നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? ബഹുമാനം, വാട്ട് ഈസ് ബഹുമാനം? വാട്ട് ഈസ് റെസ്പെക്ട്? വൺ ബോയ്, ആൻഡോൺ, 5th ക്ലാസ്. 5th ക്ലാസ്സിലെ ആൻഡോൺ. യെസ്. ഒരാളെ വ്യക്തമായിട്ട് അനുസരിക്കുകയും ആള് പറയുന്ന കാര്യം വ്യക്തമായി കേൾക്കുകയും ചെയ്യുന്നതാണ് റെസ്പെക്ട്. നല്ലൊരു ഐഡിയ ആൻഡോൺ കൊടുക്കാം. നമ്മൾ ചിന്തിക്കാത്ത ഒരു ഡയമെൻഷനിലാണ് കാര്യം പറഞ്ഞത്. യെസ്, വീണ്ടും ഒരു ചാൻസും കൂടെ. ഈ ബഹുമാനം എന്ന് പറയുമ്പോൾ, റെസ്പെക്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? എനിവൺ എൽസ്? സാൻഡോ, സാൻഡോ ക്ലാസ് 7th ക്ലാസ്സിലെ സാൻഡോ ബഹുമാനം എന്താ നമ്മോട് പറയുകയാണ്? 4ാമത്തെ ദൈവകൽപ്പനയിൽ ദൈവം നമ്മളോട് മാതാപിതാക്കളെയും മറ്റുള്ളവരെയും ബഹുമാനിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. 4ാമത്തെ ദൈവകൽപ്പനയിൽ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു മാതാപിതാക്കളെ ബഹുമാനിക്കണം. വെരി ഗുഡ്. ബൈബിളില് മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ആരെങ്കിലുമൊക്കെ ബഹുമാനിക്കണം എന്ന് ബൈബിൾ കൃത്യമായി സ്പഷ്ടമായും പറഞ്ഞതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരെയൊക്കെ നമ്മൾ ബഹുമാനിക്കണം എന്നാണ് ബൈബിൾ പറയുന്നത്? മോൻ കൈപൊക്കുന്നുണ്ട്. അലൻ ബിനോജെ, ക്ലാസ് 5. പറയൂ അലൻ. നമ്മൾ വൈദികരുടെ അടുത്ത് ബഹുമാനിക്കണം, സിസ്റ്റേഴ്സിൻ്റെ അടുത്ത്, ബ്രദേഴ്സിൻ്റെ അടുത്ത്, അങ്ങനെയൊക്കെ എല്ലാവരുടെ അടുത്തും ബഹുമാനിക്കണം. കൂടുതലായിട്ട് നമ്മൾ യേശു പറഞ്ഞു 10 കൽപ്പന മോശ വഴി നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൽ 4ാമത്തെ കൽപ്പനയാണ് മാതാപിതാക്കളെ ബഹുമാനിക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ മാതാപിതാക്കളെയാണ് ബഹുമാനിക്കേണ്ടത്. കാരണം മാതാപിതാക്കൾ നമുക്ക് വേണ്ടിയിട്ട് നല്ല പ്രവൃത്തികൾ ചെയ്ത് നൽകുന്നു. വൈദികർ നമുക്ക് വേണ്ടിയിട്ട് എന്നും ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സിസ്റ്റേഴ്സ് നമുക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ഓരോ കാര്യങ്ങൾ നൽകുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ ഒരു മുതിർന്ന ആൾ വരികയാണെങ്കിൽ നമ്മൾ എഴുന്നേറ്റ് നിന്നിട്ട് ബഹുമാനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ യേശു ബൈബിളിലൂടെ പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്യുന്ന ചെറിയ കാര്യം പോലും സ്വർഗത്തിൽ വലിയ നിക്ഷേപം കൂട്ടി വെക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി മുതൽ എല്ലാവരെയും ബഹുമാനിച്ച് ജീവിക്കാം. വെരി ഗുഡ്, വണ്ടർഫുൾ. ഏതൊരു കൊച്ചച്ഛൻ പ്രസംഗം പറയുന്ന ആരും ഉണ്ടായിരുന്നു. വണ്ടർഫുൾ മോൻ, മിടുക്കൻ. മറ്റുള്ളവരെ ബഹുമാനിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്, ലൈഫിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നമ്മുടെ വ്യക്തിപരമായ ബന്ധങ്ങൾക്ക് കോട്ടം സംഭവിക്കുന്നു. ബഹുമാനിച്ചില്ലെങ്കിൽ വ്യക്തിപരമായ ബന്ധങ്ങൾക്ക് കോട്ടം സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. കറക്റ്റാണ് ആള് പറഞ്ഞത്. യെസ്, വെരി ഗുഡ്, കണ്ടിന്യൂ. പിന്നെ നമ്മുടെ വ്യക്തിത്വം നഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ പേഴ്സണാലിറ്റി, വ്യക്തിത്വം നഷ്ടപ്പെടും. മറ്റുള്ളവരെ ബഹുമാനിക്കാത്തവനെ ആർക്കും അത്ര വലിയ മതിപ്പൊന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. വെരി ഗുഡ്, കണ്ടിന്യൂ. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിനും പിന്നെ വരുന്ന തലമുറകൾക്കും ദുർമാതൃകയാണ് നമ്മൾ കൊടുക്കുന്നത്. ബഹുമാനിക്കാതിരുന്നാൽ, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാതിരുന്നാൽ നമ്മൾ ദുർമാതൃക കാണിക്കുന്നു എന്നാണ് ആള് പറയണേ. കറക്റ്റാണോ? അത് നല്ലൊരു ഗൈഡി കൂടെ കൊടുക്കുക ഇടയ്ക്ക്. യെസ്, കണ്ടിന്യൂ. നമ്മൾ ബഹുമാനമില്ലാതെ പെരുമാറുമ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ത്രിയേക ദൈവത്തിൽ നമ്മൾ അകലുന്നു. ബഹുമാനം ഇല്ലാണ്ടാവണത് എപ്പോഴും ഈ ഉള്ളിൽ സ്നേഹമില്ലാത്തപ്പോഴാണ്, ആരോടും ഒരു മതിപ്പില്ലാത്തപ്പോഴാണ്.
യെസ്, വെരി ഗുഡ്, കണ്ടിന്യൂ. നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന പുതിയ തലമുറകൾക്കൊന്നും ബഹുമാനമില്ലാതെ പെരുമാറുന്ന തലമുറകളാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ അനുഭവം എന്ന് പറയുന്നത്, ഞാൻ പഠിക്കുന്ന സ്കൂളുകളിൽ ഓരോ ടീച്ചേഴ്സ് ഓരോ പീരീഡ് ക്ലാസ് എടുക്കാൻ വരുമ്പോഴും കുട്ടികൾ എഴുന്നേറ്റ് നിൽക്കാതെ ടീച്ചറെ ബഹുമാനിക്കാതെ നിൽക്കുന്ന അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ തലമുറകൾക്ക് ബഹുമാനമില്ലാതെ ജീവിക്കുന്ന ഒരു കുട്ടികളാണ് നമ്മുടെ ഇപ്പോഴത്തെ തലമുറകളിലുള്ളത്. ആള് പറഞ്ഞ പ്രകാരം ബഹുമാനമില്ലാത്തൊരു തലമുറയാണ് നമ്മളെന്നാണ് ആള് സ്റ്റേറ്റ് ചെയ്യണേ, സ്ഥാപിച്ചെടുക്കണേ. ആള് പറഞ്ഞത് ശരിയാണോ? നിങ്ങൾ ബഹുമാനമില്ലാത്ത കുഞ്ഞുങ്ങളാണോ? മുതിർന്നവർ വരുമ്പോൾ റെസ്പെക്റ്റ് ചെയ്യും, നിങ്ങൾ അതേ പ്രായത്തിലുള്ളവർ വരുമ്പോൾ റെസ്പെക്റ്റ് ചെയ്യും, എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്ന ആളുകളാണ്, കുഞ്ഞുങ്ങളാണ് നിങ്ങൾ. ആമേ റൈറ്റ്? എന്നവരൊക്കെ ഒന്നുകൂടെ പറയാം, ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ തുടക്കം ഞങ്ങളോട് പറഞ്ഞ കാര്യമാണ്, ബഹുമാനിക്കാൻ പറ്റണമെങ്കിൽ ആദ്യം നമുക്ക് നമ്മളോട് തന്നെ ബഹുമാനം വേണം. സെൽഫ് റെസ്പെക്റ്റ് ഉള്ള വ്യക്തിക്ക്, കുഞ്ഞുങ്ങൾക്ക് മാത്രമാണ് മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വികാരിയച്ഛൻ പറഞ്ഞു. ആമേ റൈറ്റ്? അച്ഛന് നല്ലൊരു ഗൈഡി, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അച്ഛൻ പറഞ്ഞു, നമ്മളെ ബഹുമാനം ഇല്ലെങ്കിൽ നിനക്ക് മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ചോദ്യം, നിങ്ങൾ മറ്റുള്ളവരെ നന്നായി ബഹുമാനിച്ച് ജീവിച്ചാൽ നിങ്ങളുടെ ലൈഫിൽ എന്ത് സംഭവിക്കും? നമ്മൾ കൈപൊക്കി. എൻ്റെ പേര് എൽമിയ, ഞാൻ 9th സ്റ്റാൻഡേർഡിൽ നിന്നാണ് വരുന്നത്. ദൈവം സ്വന്തം ഛായയിലും സാദൃശ്യത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ മറ്റുള്ളവരെ ആദരിക്കുമ്പോഴും ബഹുമാനിക്കുമ്പോഴും സ്നേഹിക്കുമ്പോഴും ദൈവത്തിന് തന്നെയാണ് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കുന്നത്. നമ്മൾ വേണം മറ്റുള്ളവർക്കൊരു മാതൃക കൊടുക്കാനായിട്ട്. വിശുദ്ധ മദർ തെരേസ വഴിയിൽ കൂടെ ഒക്കെ പോകുമ്പോൾ പാവപ്പെട്ടവരും രോഗികളും ആയിട്ടുള്ള അനാഥ കുട്ടികളൊക്കെ കാണുമ്പോൾ വിശുദ്ധ മദർ തെരേസ നെഞ്ചോട് ചേർത്താണ് പഠിക്കുന്നത്. അവരിലെ ക്രിസ്തുവിനെ കണ്ടുകൊണ്ടാണ് പെരുമാറുന്നത്. ആ ഒരു കാഴ്ചപ്പാട് നമുക്കും വന്നു കഴിഞ്ഞാൽ നമ്മൾക്കും അങ്ങനെ സാധിക്കും. ഇപ്പോൾ എനിക്ക് ബൈബിളിൽ 2 കോട്ട്സ് ഉണ്ട്. അതിലെനിക്ക് 2 കോട്ട്സാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതിലെ ഫസ്റ്റ് കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാതാപിതാക്കളെ ബഹുമാനിക്കുക, അപ്പോൾ നിനക്ക് ദീർഘകാലം ജീവിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ കോട്ട് എന്ന് പറയുന്നത്, ലെറ്റ് ദ ലൈറ്റ് ഷൈൻ ബിഫോർ men and that they may see our good deeds and glorify our Father in heaven. അപ്പം നമ്മുടെ വെളിച്ചാണ് മറ്റുള്ളവർക്ക് ഒരു പ്രകാശമായിട്ട് തീരുന്നത്. അപ്പം നമ്മൾ നല്ല പ്രവർത്തികൾ ചെയ്തിട്ട് മറ്റുള്ളവർക്ക് അത് പ്രകാശം വരുത്താനും ദൈവത്തെ മഹത്വപ്പെടുത്താനും സാധിക്കട്ടെ. വണ്ടർഫുൾ, നല്ലൊരു ഗൈഡ് കൊടുക്കാം മോൾക്ക്. താങ്ക് യു സോ മച്ച്, കൺഗ്രാറ്റുലേഷൻ. എല്ലാവരും ശ്രദ്ധിച്ചേ, നിന്റെ ഇടതും വലതും നിൽക്കുന്ന ആൾക്കാരുടെയൊക്കെ ഉള്ളിലേ ഈശോ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ എല്ലാവരെയും റെസ്പെക്ട് ചെയ്യും. ആമേ റൈറ്റ്? പള്ളി കയറുമ്പോൾ നിങ്ങൾ എങ്ങനെയാ? വളരെ ബഹുമാനത്തോടെയാണ് നിൽക്കുന്നത്, റൈറ്റ്? ലൈക്ക് വൈസ് നിന്റെ കൂടെയുള്ള, നിന്റെ വീട്ടിലുള്ള, നിന്റെ ക്ലാസ് റൂമിലുള്ള എല്ലാവരുടെ ഉള്ളിൽ ആരുണ്ട്? ഈശോ ഉണ്ട്. ഈ ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരും റെസ്പെക്ട് ചെയ്യാൻ പറ്റും. റിമെമ്പർ ദാറ്റ്. എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ആരുണ്ട്? ഈശോ ഉണ്ട്. ബഹുമാനത്തെ പറ്റി പറയാൻ, ബഹുമാനിച്ചാൽ എന്ത് കിട്ടും, ബഹുമാനിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം, ഇതിനെയൊക്കെ പറ്റി പറയാൻ ഒരാൾ കൂടെ ചാൻസ്. മിടുക്കി. അങ്ങനെ നമ്മുടെ പെൺകുട്ടികളുടെ ഇടയിൽ നിന്നും ഒരു മിടുക്കി കുട്ടി വന്നിരിക്കുകയാണ്. നമുക്ക് നല്ലൊരു ഗൈഡ് കൊടുത്ത് നമ്മളെ വെൽക്കം ചെയ്യാം. എൻ്റെ പേര് റിസ, ഞാൻ 11ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നമ്മുടെ 4ാമത്തെ പ്രമാണമാണ് മാതാപിതാക്കളെ ബഹുമാനിക്കണം. മാതാപിതാ ഗുരുദേവം എന്നാണ് നമ്മുടെ ആർഷഭാരത സംസ്കാരം. വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പനയാണിത്. അതുപോലെ തന്നെ നമ്മുടെ കത്തോലിക്ക സഭയുടെ മതബോധന ഖണ്ഡികയിലും പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതൊക്കെ മാതാപിതാക്കളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മാതാപിതാക്കളെ ബഹുമാനിക്കണം. നമ്മുടെ ദൈവമായ ഈശോ പോലും മാതാപിതാക്കന്മാർക്ക് വിധേയനായിരുന്നു. നമ്മളും മാതാപിതാക്കന്മാരെ ബഹുമാനിച്ച് ജീവിക്കണം. വെരി ഗുഡ്, വണ്ടർഫുൾ. നല്ലൊരു ഗൈഡ് കൊടുക്കുക കേട്ടോ. സോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ നമ്മളിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സൺഡേ ചാറ്റിന് വേണ്ടിയിട്ട് വളരെ മനോഹരമായ ഒരു നൃത്തച്ചുവടുകളുമായി നമ്മളുടെ കൂട്ടുകാർ റെഡി ആയിട്ടുണ്ട്. കൈകളടിച്ച് നമുക്കൊന്ന് വെൽക്കം ചെയ്യാം. മുറിവുകളേറ്റ ഹൃദയം ഇത്, എഴുതിയാൽ തീരാത്ത വ്യഥയുടെ സാഗരം, കോരിക്കുടിച്ചൊരു കണ്ണീരു നെഞ്ചിലെ പാലാഴിയാക്കുന്ന മണ്ണിന്റെ വിസ്മയം. അമ്മ അമ്മ
കന്യയെന്നാകിലും ദേഹമഹിമാവിനാൽ ലോകമാതാവായി തീർന്നൊരമ്മ വരമഴ ചൊരിഞ്ഞു വരദായികേ നീ എന്നും എല്ലാ മനസ്സിലും നിറയുകില്ലേ. സകല ഗുണസമ്പന്നയായൊരു മറിയ സ്വന്തമാക്കി അവളെ തക്ക തരുണൻ. വാക്കിനർത്ഥം പോലെ പ്രകൃതിയും പുരുഷൻ ഇന്നതുപോലിണങ്ങിക്കഴിഞ്ഞു മുതാ. ലോകരക്ഷകനായി മണ്ണിൽ വന്ന ഭഗവൽ സുതനമ്മ ഇവൾ. ഇതിലേറെ ഇനി എന്ത് ഭാഗ്യമൊരു പെണ്ണിനെ തേടിയെത്താ പരമഭാഗ്യയി മതിയാ. അയ്യായിരത്തിനെ അപ്പമഞ്ചാലെ ഊട്ടിയൊരത്ഭുതത്തിന്റെ അമ്മ കുരുടനു കാഴ്ചയായി സർവരോഗത്തിനു മരുന്നായി മാറിയ മഹാത്മാവിനമ്മ മരുന്നായി മാറിയ മഹാത്മാവിനമ്മ. കുരിശും ചുമന്ന് നടകൊള്ളുമ്പോഴും മർത്യനായി മരണം വരിക്കുമ്പോഴും പിടയുന്നതും പാകം പിളരുന്നതും നൊന്തു പ്രസവിച്ചൊരമ്മതൻ ഹൃദയമല്ലോ നൊന്തു പ്രസവിച്ചൊരമ്മതൻ ഹൃദയമല്ലോ. ചോരയിൽ കുളിച്ചതൻ പുത്രന്റെ ദേഹം മടിയിൽ കിടത്തി ഉണരുന്നിതമ്മ വ്യാകുലത്തിന്റെ വാൾ കുത്തിപ്പിളർക്കുന്ന തീരാത്ത വേദനയമ്മ തീരാത്ത വേദനയമ്മ. പരമസത്യം എന്ന പാഠം ഏതു കുരിശിൽ തറക്കിലും പിന്നെയും ഉയർത്തെഴുന്നേൽക്കുന്ന സത്യം സത്യത്തെ പെറ്റുപാലൂട്ടി വളർത്തുന്നൊരമ്മ അവളല്ല പരമസത്യം പരമസത്യം. സോ ഇനി
നിങ്ങൾക്ക് കുറേ ആളുകൾക്ക് സമ്മാനം നേടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് സൺഡേ ചാറ്റ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. എൻ്റെ ആദ്യത്തെ ചോദ്യം, ബൈബിളിൽ എത്ര പുസ്തകങ്ങളുണ്ട്? മോളെ എത്ര പുസ്തകങ്ങളുണ്ട്? 73 പുസ്തകങ്ങളാണുള്ളത്. ഇവിടെ നല്ലൊരു ഗൈഡ് കൊടുക്കാം. നമുക്ക് മോൾക്ക് സമ്മാനം കൊടുക്കാം. മോളുടെ പേരെന്ന് പറയാവോ? എൽമിയക്ക് സമ്മാനം കൊടുക്കാൻ നിങ്ങളുടെ കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റിലെ മോസ്റ്റ് സീനിയർ ടീച്ചർ. യെസ് സാർ, വെൽക്കം. സാറിന്റെ പേര്? ഔസേബ് സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. സാർ എത്ര നാളായി കാറ്റഗിസം പഠിപ്പിക്കുന്നു? 38 വർഷം. സാറ് സത്യം പറഞ്ഞ ഞായറാഴ്ച വേറെ എന്തൊക്കെ പരിപാടി ചെയ്യാം? വൈ യു ആർ സ്പെൻഡിങ് യുവർ പ്രഷ്യസ് ടൈം ഈ ഒരു കാറ്റഗിസത്തിന് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി? എന്തുകൊണ്ടാണ്? വാട്ട് മോട്ടിവേറ്റ്സ് യു? ഓരോ ക്രൈസ്തവനും ക്രിസ്തുവിൻ്റെ സുവിശേഷ വേലയിൽ പങ്കെടുക്കാനുള്ള കടമയുണ്ട് എന്നുള്ള ബോധ്യമാണ് കാറ്റഗിസം പഠിപ്പിക്കാനായിട്ടുള്ള പ്രചോദനം. നമ്മൾ ഓരോ ഞായറാഴ്ചയും നമ്മൾ കാറ്റഗിസം പഠിപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ലഭിക്കുന്ന സന്തോഷവും ആത്മസംതൃപ്തിയുമാണ് വീണ്ടും വീണ്ടും ഈ രംഗത്ത് പ്രവർത്തിക്കാനുള്ള പ്രചോദനം. എൻ്റെ ഒരു അനുഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് 3 മക്കളാണ്. അതിൽ രണ്ടാമത്തെ മകൻ നിത്യപുരോഹിതനായ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിച്ച് ഇന്ന് പാലയൂര് സെൻറ് തോമസ് ചർച്ചിൽ അസിസ്റ്റന്റ് വികാരിയായിട്ട് ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി ശുശ്രൂഷ ചെയ്തു പോരുന്നു. വെരി ഗുഡ്, വണ്ടർഫുൾ. നല്ലൊരു ഗൈഡ് കൊടുക്കാന്നാണ് സാർ. താങ്ക് യു സോ മച്ച്. സാർ പറയുന്നത് ഈശോയെ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ക്രിസ്ത്യാനി പ്രൈമറി റെസ്പോൺസിബിലിറ്റിയാണ്. അത് സന്തോഷത്തോടെ ചെയ്യുന്നു. ഒപ്പം ധാരാളം ദൈവാനുഗ്രഹങ്ങളും സാറിന് ലഭിച്ചുകൊണ്ടിരിക്കും. സാർ താങ്ക് യു സോ മച്ച്. അടുത്തൊരു ചോദ്യം, നിങ്ങൾ വിചാരിക്കുക ആദ്യത്തെ ചോദ്യം വളരെ സിമ്പിളായിരുന്നു, പക്ഷേ ഇത് അതിനേക്കാൾ സിമ്പിളാണ്. ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ റോഡിൽ ധാരാളം ഒരു പ്രത്യേകതരം ജീവികളെ റോഡിലും വഴിയിലൊക്കെ കാണാൻ പറ്റും. വാട്ട് ജീവി ഇറ്റ് ഈസ്? ആനയോ ഈ വഴിയിലോ? റോട്ടിൽ കൂടെ പോകുമ്പോൾ ധാരാളം കാണുന്ന ഒരു ജീവി? ഡോഗ്. പട്ടികളെ നമ്മൾ ധാരാളം കാണാറുണ്ടല്ലോ. നിങ്ങളുടെ തൊട്ടടുത്ത ജംഗ്ഷനിൽ 9 പട്ടീനെ ഞാൻ എണ്ണി ഇന്ന് രാവിലെ. നോക്കൂ, ഈ പട്ടിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ധാരാളം വഴികളുണ്ട്. ഒരു കത്തോലിക്ക ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ സഭ നമുക്ക് ഈ പട്ടികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈശോയോട്, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ഒരു മീഡിയേറ്റർ, ഒരു പേട്രൺ സെയിന്റിനെ തന്നിട്ടുണ്ട്. ആരാണ് ആ വിശുദ്ധൻ നിങ്ങൾക്ക് പറയാവോ? യെസ്, വെരി ഗുഡ്. ഇങ്ങോട്ട് വരൂ എൻ്റെ അമ്മേ. നല്ലൊരു ഗൈഡ് കൊടുക്കാൻ പറ്റും. മോന്റെ പേരെന്ന് പറഞ്ഞോട്ടാ. എൻ്റെ പേര് ജോഷുവ. ഞാൻ 9ൽ പഠിക്കുന്നു. 9ൽ ജോഷുവ ഉത്തരം പറയാണ്, കേട്ടോ. സെയിന്റ് റോക്കി. സെയിന്റ് റോക്കി എന്ന് പറയുന്ന പുണ്യാളനാണ്. വണ്ടർഫുൾ മോനെ, മിടുക. മോൻ പോലെ കേട്ടോ, മോൻ സമ്മാനമുണ്ട്. റോക്കി പുണ്യാളനാണ്. നമ്മൾ നോർമലി യൂറോപ്പിലൊക്കെ സെയിന്റ് റോക്ക് എന്നറിയപ്പെടുന്ന, നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ റോക്കി പുണ്യാള, കാത്തോണെ എന്നൊക്കെ പണ്ട് നമ്മുടെ അപ്പൂപ്പന്മാരമ്മമാരൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു പുണ്യാളനാണ്. ആൻസർ പറഞ്ഞ മോന് സമ്മാനം കൊടുക്കുന്നത്. നമ്മുടെ കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റിലെ 2 സിസ്റ്റേഴ്സ് ഉണ്ടല്ലേ, 2 സിസ്റ്റേഴ്സ് കൊണ്ട് ഒരുമിച്ച് സമ്മാനം കൊടുക്കാം. യെസ് പ്ലീസ്, 2 സിസ്റ്റേഴ്സ് ഒരുമിച്ച് വരാം. റോക്കി പുണ്യാളനാണെന്ന് ഉത്തരം പറഞ്ഞാൽ മിടുകന് സമ്മാനം. വെരി ഗുഡ്, വണ്ടർഫുൾ. ധാരാളം ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ ഇത്രയും യാത്ര ചെയ്ത് ക്രിസ്ത്യാനിയായി സന്യാസിനിയായി ഇങ്ങനെ ജീവിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ കൂടെ ചെലവഴിക്കാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ സമയം കണ്ടെത്തുന്നത്? അല്ലെങ്കിൽ എന്താണ് സിസ്റ്റർക്ക് ഇതിന്റെ പ്രചോദനം? ഈശോ തന്നെ പറയുന്നുണ്ട്, കുഞ്ഞുങ്ങളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന്. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കുഞ്ഞുങ്ങളാണ് ഞങ്ങൾക്ക് മാതൃകയും പ്രചോദനവും. കുഞ്ഞുങ്ങളിലുള്ള നിഷ്കളങ്കത, ദൈവത്തിലുള്ള ആശ്രയം, ഇത് ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളും പ്രാവർത്തികമാക്കാറുണ്ട്. ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് ക്രിസ്തുവിനെ കൊടുക്കുവാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു സമയമാണ് ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളോടൊപ്പം ആയിരിക്കുന്ന സമയം. താങ്ക് യു. താങ്ക് യു സോ മച്ച് സിസ്റ്റർ. ബൈബിളിലെ വെളിപാട് ഗ്രന്ഥം എഴുതിയത് ആരാണ്? മോൻ കൈപോക്കി പോയി, രക്ഷയില്ല. വിശുദ്ധ യോഹന്നാൻ. വിശുദ്ധ യോഹന്നാനാണ് വെളിപാട് ഗ്രന്ഥം എഴുതിയത്. നല്ലൊരു ഗൈഡ് മോന് കൊടുക്കാം. കമോൺ. നമ്മുടെ മോന് സമ്മാനം കൊടുക്കുന്നത് നമ്മളുടെ കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റിന്റെ PTA പ്രസിഡന്റ് ആണ്. PTA പ്രസിഡന്റിനെ നമുക്ക് ഹാർദവമായി കൈകളടിച്ച് സ്വാഗതം ചെയ്യാം. സാർ പ്ലീസ് വെൽക്കം. നല്ല കൈയടി. യെസ്. വൈ യു ആർ സ്പെൻഡിങ് ദിസ് ടൈം ഫോർ കാറ്റഗിസം? PTA പ്രസിഡന്റ് ആയപ്പോൾ എന്തുകൊണ്ടാണ് നോ പറയായിരുന്നു? ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർ പല ബിസിനസ്സും പല തിരക്കുള്ള ആൾക്കാരാണ്. പലരും ഞായറാഴ്ച കാലത്ത് എത്തി ഈ വിശ്വാസ പരിശീലനം പഠിപ്പിക്കാൻ വേണ്ടി മാത്രം വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഒഴിഞ്ഞു മാറിയ വ്യക്തിയാണ്. പക്ഷേ കർത്താവ് തന്നെ അത് എന്നെ തിരഞ്ഞെടുക്കുക ചെയ്തത്. ഒരു നറുക്കെടുപ്പിലൂടെ അത് തിരഞ്ഞെടുത്തു. അപ്പോൾ അത് ദൈവത്തിൻ്റെ ഹിതമെന്ന് മനസ്സിലാക്കി മാഷുമാരും ടീച്ചർമാരും ഇത്ര കഷ്ടപ്പെട്ട് അവർ ആ ഉത്തരവാദിത്വം ചെയ്യുന്നത് കണ്ടപ്പോൾ അതിന് ചെറിയൊരു കൈത്താങ്ങായി നിൽക്കാൻ എനിക്കൊരു ആഗ്രഹം തോന്നി. താങ്ക് യു. വെരി ഗുഡ്, വണ്ടർഫുൾ. സാറിന്റെ പേര് പറഞ്ഞു? എൻ്റെ പേര് സതീഷ്. സതീഷ് സാർ, നല്ലൊരു കൈയടി. എൻ്റെ അടുത്ത ചോദ്യം ഇതാണ്. നമ്മുടെ സീറോ മലബാർ സഭയിലെ ആദ്യത്തെ
സീറോ മലബാർ സഭയിലെ ആദ്യത്തെ മിഷൻ രൂപത ഏതാണ്? ചാന്ത രൂപതയാണ്. ചാന്ത രൂപത എന്ന് ഉത്തരം പറഞ്ഞ മിടുക്കിക്ക് സമ്മാനം കൊടുക്കാനായിട്ട് നമ്മളുടെ പാരിഷ് ട്രസ്റ്റി ചേട്ടനെ ക്ഷണിക്കുന്നു. നമുക്ക് കൈകളടിച്ച് വെൽക്കം ചെയ്യാം. എങ്ങനെയുണ്ട് നമ്മുടെ കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികൾ? ഞങ്ങളുടെ കാറ്റീസം കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇടവകയുടെ അഭിമാനമാണ്. അഭിമാനം. ഞങ്ങളുടെ ഇടവകയുടെ വളർച്ചയും ഈ കാറ്റീസം കുട്ടികളാണ്. ഇതിന് വേണ്ടി കഷ്ടപ്പെടുന്ന ടീച്ചേഴ്സിനും അതുമാതിരി സിസ്റ്റേഴ്സിനും ഞങ്ങളുടെ ഇടവക വികാരിക്കും പ്രത്യേകം നന്ദി പറയുന്നു. നല്ലൊരു കേടി ചേട്ടന് കൊടുക്കാം. നമ്മുടെ ഇന്നത്തെ സൺഡേ ചാറ്റിന്റെ അവസാനത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ എത്ര അപേക്ഷകളാണ് നാം സമർപ്പിക്കുന്നത്? എത്ര? 7 അപേക്ഷകളാണ് നമ്മൾ ഈ പ്രാർത്ഥനയിൽ, സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നത്. അഗൈൻ ഇതിന് സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ കാറ്റഗിസ് HMനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഈ ചെറുപ്രായത്തിൽ ധാരാളം വേറെ പരിപാടികളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഈ സമയത്ത് ഈ കാറ്റഗിസ് HM എന്ന് പറയുന്ന പരിപാടി ഭയങ്കര ഒരു കഷ്ടപ്പാടാണ്. എനിക്ക് പേഴ്സണലി നന്നായിട്ട് അറിയാം. വീട്ടിൽ ഒരു പരിപാടിക്കും പോകാൻ പറ്റില്ല, റിലേറ്റീവ്സിൻ്റെ വീടുകളിലും പോകാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. വൈ സ്റ്റിൽ യു ആർ സ്റ്റേയിങ് ഹിയർ? പ്രിൻസിപ്പാളായിട്ട് 3 വർഷമായിട്ടുള്ളൂ. പക്ഷെ പഠിപ്പിച്ചു തുടങ്ങിയിട്ട് 10 വർഷത്തിലും മേലെയായിട്ടുണ്ട്. പക്ഷെ നമ്മളത് വളരെ ആത്മാർത്ഥത്തോടും സ്നേഹത്തോടെയും ചെയ്യാണ്. പക്ഷെ എനിക്കൊരു ഭാരമായിടുന്നവരെ തോന്നിയിട്ടില്ല. അതിന് ഏറ്റവും വലിയ കാര്യം ഞങ്ങളുടെ കൂടെയുള്ള സ്റ്റാഫും അതുപോലെ തന്നെ വികാരി അച്ഛന്മാരാണ്. വളരെ ഫുൾ സപ്പോർട്ടാണ്. ഫുൾ യങ് ബ്ലഡാണ് ഞങ്ങളുടെ എല്ലാ സ്റ്റാഫും. ഇഷ്ടംപോലെ അഭിപ്രായങ്ങളും ആശയങ്ങളും അവർ മുന്നോട്ട് കൊണ്ടുവരും. അതനുസരിച്ച് പ്രവർത്തിക്കാനും ഒരു ഡ്യൂട്ടി മാത്രം, അല്ലെങ്കിൽ ചെറിയ കോർഡിനേഷൻ കൊടുക്കാൻ ഡ്യൂട്ടി മാത്രമേ എനിക്കുള്ളൂ. ബാക്കി എല്ലാ പ്രോഗ്രാമുകളും എന്നേക്കാൾ ഭംഗിയായിട്ട് ചെയ്യുന്ന നല്ലൊരു സ്റ്റാഫ് നമുക്ക് ഇവിടെ ഉള്ളത് കൊണ്ട് എനിക്കൊരു ഭാരമായിട്ട് അവർ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. ഞാൻ ഇവിടുത്തെ സമയം ചെലവഴിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ മറ്റു കാര്യങ്ങളിൽ തന്നെ ക്രമീകരിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഇതിനൊരു ഭാരമായിട്ടോ ബുദ്ധിമുട്ടായിട്ടോ എനിക്ക് തോന്നിയിട്ടില്ല. എന്തൊക്കെയാണ് നിങ്ങളുടെ ഭാവി പരിപാടികൾ? നമ്മുടെ വിശ്വാസ പരിശീലന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വെറും വിശ്വാസം പകർന്നു കൊടുക്കുക മാത്രമല്ല, ഈ വിശ്വാസ പരിശീലന വിദ്യാർത്ഥികൾ നാളെ സൊസൈറ്റിയിലേക്ക് ഇറങ്ങി പോകുന്ന വിദ്യാർത്ഥികളാണ്. ഒരു കോമ്പറ്റീറ്റീവ് വേൾഡാണ് പുറത്ത് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളിലുണ്ട്. അതായത് കുട്ടികൾ വേണമെങ്കിൽ പഠിപ്പിലും മേഖല, ചിലർ മറ്റ് സ്പോർട്സ്, അങ്ങനെ പല മേഖലകളിൽ എത്തിച്ചേർപ്പെടേണ്ട ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ വിശ്വാസ പരിശീലന യൂണിറ്റിൽ തന്നെ എല്ലാത്തിനും ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു അധ്യയന വർഷത്തിൽ കുട്ടികൾക്കായിട്ട് കലാ, കായിക, സാഹിത്യ മത്സരങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഒരു 1000-ലേറെ പുസ്തകങ്ങൾ വരുന്ന ലൈബ്രറി നമുക്കുണ്ട്. അത് വെറുതെ ലൈബ്രറിയുടെ അടച്ചു പൂട്ടിയിരിക്കുകയല്ല. നോക്കിയാൽ കാണാം, 2ാമത്തെ കുർബാനയ്ക്ക് ശേഷം കുട്ടികൾ വരവരായിട്ട് വന്ന് പുസ്തകങ്ങൾ എടുക്കുന്നു, വായിക്കുന്നു. കഴിഞ്ഞ മാസമാണെങ്കിൽ ഞങ്ങൾ പഴയ ഒരു പുരാതന വസ്തുക്കളുടെ എക്സിബിഷൻ, ഇപ്പോൾ 1900 തുടങ്ങിയ വർഷങ്ങളോട് ഇവിടെ 100 വർഷം പഴക്കമുള്ള വസ്തുക്കളുടെ വലിയൊരു എക്സിബിഷൻ നടത്തുകയുണ്ടായി. റിലീജിയസ് ആർട്ടിക്കിൾസിന്റെ അത് കഴിഞ്ഞ മാസത്തിലാണ്. ഈ മാസം നമ്മൾ ചെയ്യുന്നത് ജപമാല മാസമാണല്ലോ. അപ്പോൾ ഒരു ഷോർട്ട് ഫിലിം കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ വട്ടവർ ഒരു കോമ്പറ്റീറ്റീവ് വേൾഡിൽ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അവരോട് കൂടെ മത്സരിച്ച് നിൽക്കാം, അത് ക്രിസ്തുവിനെ ബേസ് ചെയ്ത് നിൽക്കാനായിട്ട് നമുക്കൊരു അടിത്തറ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മുടെ കുട്ടികളും അതുപോലെ തന്നെ അധ്യാപകരും നമ്മുടെ കട്ടയ്ക്കുള്ളതുകൊണ്ട് നമുക്കൊരു സൂപ്പറായിട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഇന്ന് സൺഡേ ചാറ്റിൻ്റെ ഈ എപ്പിസോഡ് ആരോഗ്യമാതാ പള്ളി കരുമത്രയിൽ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്തൊരു വിഷയവുമായി മറ്റൊരു പള്ളിയിലെ മതബോധന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ നന്ദി, നമസ്കാരം.